ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ഒരു സിമ്പിൾ പോസ്റ്റ്നേറ്റൽ ബാത്ത് വീഡിയോ ആണ് കേട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നുകൊണ്ട് 6 ബാത്ത് എടുക്കുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് പെയിനൊക്കെ കുറയാനും ആ വൂണ്ടൊക്കെ ഒന്ന് ഹീലാകാനും ഈ 6 ബാത്ത് എടുത്തുകൊണ്ട് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ ടെമൂന്ന് വാങ്ങിച്ച 6 ബാത്ത് ബേസിനായിരുന്നു, അതിലേക്ക് ബീറ്റാഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ടാണ് 6 ബാത്ത് എടുത്തത്. പിന്നെ ഒരു റേഡിയൻ മാസ്ക് ആയിരുന്നു ഇത്. ഞാൻ സമേത ആയുർവേദിക്സിൻ്റെ പ്രസരേഷ പാക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഒരു ബോഡി പാക്കാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതും സമേത ആയുർവേദിക്സിൻ്റെ ആണ്. അപ്പം ഇതിലും ഞാൻ ഹോട്ട് വാട്ടർ ആഡ് ചെയ്തു, ബിക്കോസ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഫെബ്രുവരിയിലേ ആയിട്ടുള്ളൂ, അറിയാലോ ഇവിടുത്തെ തണുപ്പ്, UK ക്ലൈമറ്റ് എങ്ങനെയായിരിക്കുന്നത്. സോ നമുക്ക് നാട്ടിലെ പോലെയല്ല, പോസ്റ്റ്നേറ്റൽ കെയറിനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ കുറവാണ്. അത് കഴിഞ്ഞൊന്ന് ഹെയർ വാഷ് ചെയ്തു. അപ്പം ഹിമാലയയുടെ ഷാമ്പൂ ആണ് ഉപയോഗിച്ചത്. ഡാൻഡ്രഫ് ഒന്നും ഇല്ല, എന്നാലും യൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇട്ട ബോഡി പാക്കൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. ഞാനാണെങ്കിൽ നല്ല ഹോട്ട് വാട്ടറാണ് എടുത്തത്, ബിക്കോസ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഭയങ്കര ഹോട്ട് വാട്ടറിൽ കുളിക്കാൻ. പിന്നെ ഈ റെഡ് കളറിലെ വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ നാൽപ്പാമരത്തിൻ്റെ വെള്ളമാണ്. അത് തലേ ദിവസം തിളപ്പിച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി കുളിക്കുന്നതാണ്. ഇത് നമ്മുടെ നാൽപ്പാമരത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും കൂടെ സോപ്പ് അവർ തന്നെ തന്നതായിരുന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, സെറ്റായി. ഇനി നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് വരാം. ബൈ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഈ അബ്ഡമൻ ബെൽറ്റ് ഇടുക എന്നുള്ളത്. അപ്പോൾ അവർ സമേതക്കാരാണെങ്കിൽ എനിക്ക് അബ്ഡമൻ ബൈൻഡർ ഒരു ക്ലോത്ത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കെട്ടാനായിട്ട് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ലൈക്ക് ക്ലോത്ത് കെട്ടാൻ, ബട്ട് അത് എന്താ പറയുക, എനിക്ക് ഈ ബെൽറ്റ് തന്നെയായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഞാൻ അതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ, ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ 2 ബെൽറ്റ് കൂടെ ഉണ്ട്. ഒന്ന് താഴെയും, ഈ ബെൽറ്റിൻ്റെ താഴെയും ഈ ബെൽറ്റിൻ്റെ മുകളിലും ടൈറ്റ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷേ അത് ഒരുപാട് ആയതുകൊണ്ട് ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ നമുക്ക് 2 ടൈറ്റിങ് ബെൽറ്റ് വരുന്നുണ്ട്. ഇത് 2 സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് ബെൽറ്റ് ടൈറ്റായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് വയറ് കുറയാനൊക്കെ സഹായിക്കുന്നതാണ് പറയുന്നത്, അറിയത്തില്ല, നമുക്ക് നോക്കാം എന്താകുമെന്ന്. അപ്പോൾ ഇനി ഞാൻ ഫേസിലൊരു മോയ്സ്ചറൈസറും പിന്നെ സമേത ആയുർവേദിക്സ് തന്ന ഒരു ലിപ് ബാമും കൂടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു റോസിൻ്റെ ലിപ് ബാമാണ്. എനിക്ക് 2 ലിപ് ബാമുണ്ട്, ഒന്ന് മഞ്ചിഷ്ടയും ഒന്ന് റോസ് പെറ്റൽസിൻ്റെ. അപ്പോൾ റോസിൻ്റെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ലിപ് ബാമാണ്. എനിക്ക് ഇഷ്ടമായി, ബിക്കോസ് ഇവിടുത്തെ വെതറിനും ഇത് സ്യൂട്ട് ആകുന്നുണ്ട്. കാരണം ഒരുപാട് ഡ്രൈ ഒന്നും ആകാതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. ഞാൻ എപ്പോഴും വാസ്ലിൻ തേക്കുന്ന ഒരാളാണ്. അപ്പം ഈ ലിപ് ബാം എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായി. ഇനി സമേതയുടെ തന്നെ ഒരു ബോഡി ബട്ടറും ഫുഡ് ബട്ടറും ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തു. പിന്നെ ഹെയറൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഇനി എൻ്റെ ബേബീനെ ബാത്ത് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഒരു 2 വീക്സെങ്കിലും ഇങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എത്രത്തോളം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബീനെ ബാത്ത് ചെയ്യാനുള്ള ടൈം ആകുകയാണ്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ബേബി ഇവിടെ കിടന്ന് തകർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.